ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള എനർജി എന്താണ്, ഇന്ന് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കാം. സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കാം. ഇന്ന് നിങ്ങളൊരു തന്ത്രം ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ തന്ത്രം പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നമുക്ക് ഒരു ടാരോയിലൂടെ നോക്കാം. നമുക്ക് എന്താണെന്ന് നോക്കാം. 7 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഒരു ചീറ്റിംഗ് വന്നേക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത ആൾക്കാർ വീണ്ടും നിങ്ങളെ ചീറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയേക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിയുമ്പോൾ തന്നെ തന്ത്രപരമായി നീങ്ങണം എന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും അവരോട് നേരിട്ട് ചോദിക്കാനോ പറയാനോ ഏറ്റുമുട്ടാനോ ഒന്നും പോകാതിരിക്കുക. നമ്മൾ ഒരു തന്ത്രം പ്രയോഗിച്ച് അവരെ നമ്മളിൽ നിന്ന് അകറ്റി കളയണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ശരിക്കും നമ്മളുടെ ശത്രുക്കൾ നമ്മളോടൊരു എതിരിടാനുള്ളൊരു ആവേശത്തോടു കൂടി വരുമ്പം നമ്മൾ തിരിച്ച് അവർ ഫൈറ്റ് ചെയ്യാൻ നമ്മളും ആ ഒരു ഫൈറ്റിങ്ങിൻ്റെ മുകളിലോട്ട് പോയാൽ ആ പ്രശ്നം ഒന്ന് വഷളാവും. മാത്രമല്ല അവർക്ക് നമ്മളോടുള്ള വൈരാഗ്യവും കൂടുകയും ചെയ്യും. അപ്പം നമ്മളെപ്പോഴും നമ്മൾ ശക്തി കൊണ്ടല്ല പല കാര്യങ്ങളും നേരിടേണ്ടതെന്ന് മനസ്സിലാക്കുക. നമ്മളെ ബുദ്ധി കൊണ്ട് നേരിടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ക്ഷമ കൊണ്ട് നേരിടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പവർ കൂടുതലായിരിക്കാം, ശരി നിങ്ങളുടെ ഭാഗത്തായിരിക്കാം, ഇതൊക്കെ ശരിയാണെങ്കിലും നിങ്ങൾ ഇന്നത്തെ ദിവസം തന്ത്രപരമായി നീങ്ങണം. കാരണം നേരിട്ട് അവരോടൊന്നും പറയാനോ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരാളോടും സംസാരിക്കാനോ ഒന്നും തന്നെ പോകരുത്. ആരെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം വന്ന് പറയാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ആരെക്കുറിച്ചെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങളോട് വന്ന് പറയാൻ ശ്രമിച്ചാൽ നിങ്ങളൊന്നും പോകരുത്. നിങ്ങളൊന്നും തന്നെ എതിര് പറയാതിരിക്കുക. അത് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങളൊന്ന് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും നേരിട്ട് ഡയറക്റ്റായിട്ട് അവരോടൊരു കാര്യം ചോദിക്കാനോ പറയാനോ ഒന്നും തന്നെ പോകാതിരിക്കുക. ഒന്നുകൂടി നോക്കാം. 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇത് പാസ്റ്റിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ തേടി വീണ്ടും വരുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കാം. ഇത് നിങ്ങളെ വിട്ടിട്ട് പോയ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ തേടി വീണ്ടും വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ഓഫർ വരുന്നതായിരിക്കാം. നിങ്ങളുടെ പഴയ സുഹൃത്തുക്കൾ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. ഈ ഒരു ആൾക്കാരൊക്കെ ചിലപ്പം നിങ്ങളുടെ കൂടെ വരുന്നതൊന്നും അത്ര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് നിങ്ങൾ എടുക്കാതിരിക്കുക. കാരണം ഇതിൽ ചിലപ്പോൾ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പണ്ട് ജോലി ചെയ്തിരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിരുന്ന ആൾക്കാർ പിരിഞ്ഞു പോയവരോ ഒക്കെ നിങ്ങളെ തിരക്കി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും. അതൊരു ചീറ്റിങ്ങിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും. നമ്മളിത് ഇപ്പം എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതുപോലെ തന്നെ വേണമെന്നില്ല. പക്ഷെ ചില ആൾക്കാർക്കെങ്കിലും ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു പ്രശ്നം ഉണ്ടായേക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇന്ന് നിങ്ങൾ പഠിച്ച സ്ഥലത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലെ ഫ്രണ്ട്സ് നിങ്ങളുമായിട്ടൊരു
വീണ്ടും ഒരു യൂണിയൻ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന എനർജി ഉണ്ട്. അപ്പൊ ഈ ചീറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും വരുന്ന ഒരു എനർജി അല്ല, പക്ഷെ കുറച്ച് ആൾക്കാർക്ക് ഈ ഒരു ചീറ്റിംഗ് എനർജി ഉണ്ട്. നിങ്ങളോട് വൈരാഗ്യമുള്ള ആൾക്കാർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു തന്ത്രം മെനയുന്ന ഒരു എനർജി ഉണ്ട്. അപ്പൊ നിങ്ങളത് ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അവരെന്താണോ ചെയ്യണത് അല്ലെങ്കിൽ അവരെന്താണോ പറയണത് അതുപോലെ നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഒന്ന് സമാധാനത്തിന്റെ രീതിയിൽ നിങ്ങൾ ഇടപെടുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അടുത്ത കാർഡ് എടുക്കാം. എന്താണ് സ്റ്റോം വാണിംഗ്. ഇതൊരു പ്രശ്നങ്ങളുടെ തുടക്കമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റ് വരാനുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇത് ഭയപ്പെടുത്താൻ പറയുന്നതല്ല. അപ്പൊ അതിനാണ് ഒരു സ്ട്രാറ്റജി ആദ്യമേ നമ്മൾ കണ്ടത്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാനിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് കുറേ ദിവസങ്ങൾ കൊണ്ടുണ്ടായിട്ടുണ്ടായിരിക്കും. അത് പലതരത്തിലാകാം കേട്ടോ. അത് ചിലപ്പോൾ ഫാമിലി ഇഷ്യൂസ് ആയിട്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ ജോലി സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടോ, അല്ലെങ്കിൽ നമ്മളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ടോ ഒക്കെ നിങ്ങൾക്കൊരു പ്രശ്നങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് വരാനുണ്ട് എന്ന് പറയുമ്പോൾ ഇത് വരുമെന്ന് ചിന്തിക്കേണ്ട. ഇത് കണ്ടത് ഞാൻ പറയുന്നതാണ്. അതിൽ ഒരു കൊടുങ്കാറ്റ് വരാൻ പോകുന്നു എന്നുള്ള. പക്ഷെ അത് പലതരത്തിൽ നമുക്ക് വന്നു പോകാം. അതാണ് ഈ വരുന്ന ആ ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിലാണ് കാര്യം. നമ്മളത് ശരിക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഈ നെഗറ്റീവായിട്ടുള്ള മെസ്സേജസ് പാസ് ചെയ്യാൻ സത്യമായിട്ടും താല്പര്യമില്ല. പക്ഷെ ഇത് നിങ്ങൾ കണ്ടതാണ് ഈ കാർഡ്സ് എന്താണ് കൊണ്ടുവന്നതെന്ന്. അപ്പോൾ ഒരു കൊടുങ്കാറ്റ് വന്നേക്കാം, പക്ഷെ അതിനെ നിങ്ങൾ തന്ത്രപരമായി നേരിടണം എന്നുള്ളതാണ്. അപ്പൊ വരുന്ന കൊടുങ്കാറ്റ് നമ്മളെ അടിച്ച് നിലംപരിച്ചാക്കും എന്നുള്ളതല്ല. ആ ഒരു സൂചന നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്കത് പ്രതിരോധിക്കാനും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസത്തെ മാത്രം എനർജിയാണ്. അപ്പൊ ഇന്നൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ വേണ്ട, നിങ്ങൾക്ക് യാത്ര പോകണം എന്നൊക്കെ വിചാരിക്കുന്നത് ഇന്നത്തെ ദിവസം അതൊന്ന് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക. പിന്നെ ആരോടും നമ്മൾ ഇന്ന് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കാതിരിക്കുക. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഒരു വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെറിയ കാര്യം പറഞ്ഞാൽ പോലും അതൊരു വഴക്കിലേക്ക് പോകും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു സംസാരം കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. കുറച്ച് സമയമെങ്കിലും ഒന്ന് മൗനവ്രതം എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ആവശ്യമില്ലാത്ത സംസാരത്തിന് പോവുക, ആവശ്യമില്ലാതെ ആരെങ്കിലും കളിയാക്കുകയോ ജഡ്ജ് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക. ഇന്നിപ്പോൾ നമ്മളെ വീട്ടിൽ പോലും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇന്നൊന്നും നമുക്കൊന്നും മിണ്ടണ്ട. അത് ജോലി സ്ഥലത്തായാലും സുഹൃത്തുക്കളുടെ ഇടയിലായാലും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴായാലും ഇന്നൊന്ന് കെയർഫുൾ ആയിരിക്കാം എന്ന് വിചാരിച്ച് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. കാരണം ഇത് ഒരൊറ്റ ദിവസത്തെ എനർജിയാണ്. ഇത് ലൈഫ് ലോങ് ഉള്ളൊരു എനർജി അല്ല, ഇന്നത്തെ ദിവസത്തെ മാത്രം ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് ഇതിനെയും ഒന്ന് താര വെച്ചൊന്ന് ക്ലാരിറ്റി എടുക്കാം. ക്യൂൻ ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. ഇതൊരു തന്ത്രം ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇതൊരു നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷീൽഡ് നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും, എന്ത് അപകടം വന്നാലും, എന്താപത്ത് വന്നാലും മുന്നിൽ ഇതൊന്നും കൊള്ളാത്ത വിധത്തിലുള്ള ഒരു ഷീൽഡും നിങ്ങൾക്ക് പിടിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സോ, നിങ്ങളുടെ ആൻസസ്റ്റേഴ്സോ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളോ ഏഞ്ചൽസോ ഒക്കെ നിങ്ങൾക്ക് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ക്യൂൻ ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് എന്ത് കാര്യം വന്നാലും അത് വളരെ നർമ്മപരമായിട്ട് എടുക്കുന്ന ഒരാളാണ്. വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന ഒരാളാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ എപ്പോഴും ഈ ഒരു ക്യൂൻ ഓഫ് സോഡ്സിന്റെ എനർജിയിലായിരിക്കണം. ഇമോഷണലി നിങ്ങൾ അങ്ങ് ഡൗൺ ആയി പോകാതിരിക്കുക. നിങ്ങളുടെ ഹൃദയം കൊണ്ട് തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള ഒരു കാര്യമുണ്ടാകും. അങ്ങനെയാണ് കാണുന്നത്. നോക്കാം അടുത്ത് എന്താണ് നോക്കാം. ആർക്കേഞ്ചൽ
മിഖായിലാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ചക്രയാണ്. അപ്പം നിങ്ങളുടെ റൂട്ട് ചക്രയിൽ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജസ് ഉണ്ടായിരിക്കണം. അപ്പം അകാരണമായ ഭയവും ഒരു ടെൻഷനും ഉറക്കക്കുറവും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആർക്കേഞ്ചൽ മിഖായേലിനെ വിളിക്കുക. മിഖായേൽ മാലാഹ നിങ്ങളെ ഇതിന് സഹായിക്കുന്നതാണ്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ തടസ്സങ്ങളൊക്കെ മാറാനും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവായി പോകാനും നിങ്ങളുടെ ശത്രുബാധ ദോഷങ്ങളിൽ നിന്ന് മാറിപ്പോകാനും ഒക്കെ നിങ്ങളെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ആർക്കേഞ്ചൽ മിഖായേലിനെ വിളിക്കുക, അദ്ദേഹത്തെ പ്രാർത്ഥിക്കുക. ഇന്ന് അപ്പോൾ ഒരു 2-3 ദിവസത്തേക്കും എങ്കിലും ഒരു 3 ദിവസത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 ദിവസത്തേക്ക് നിങ്ങൾ മിഖായേൽ മാലാഖയെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളിങ്ങനെ പറയുക, എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി എന്നിലേക്ക് വരുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം, മാലാഖ എന്നെ സംരക്ഷിക്കണം, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. അപ്പോൾ അത് മാലാഖ അത് ഏറ്റെടുത്തോളും. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു വാളുണ്ട്. അപ്പൊ ഇതില് നിങ്ങൾക്ക് വരുന്ന തടസ്സങ്ങളൊക്കെ വെട്ടിമാറ്റി കളയാൻ അദ്ദേഹത്തിന് പറ്റുമെന്നുള്ള മാലാഖയ്ക്ക് പറ്റും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആർക്കേഞ്ചൽ മിഖായേലിനെ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡായിട്ട് മാലാഖ നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കും. അപ്പോൾ ഇതില് നേരത്തെ ഞാൻ ഈ മിഖായേൽ മാലാഖയെ കുറിച്ച് ഇതുപോലെ വേറൊരു ദിവസത്തെ റീഡിങ്ങിൽ അങ്ങനെ മാലാഖയുടെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എനിക്ക് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് നടക്കാത്ത 1 വർഷം കൊണ്ട് നടക്കാത്തൊരു കാര്യം 3 ദിവസം കൊണ്ട് നടന്ന് കിട്ടി എന്നൊക്കെ, അത് യൂട്യൂബിൽ പറയണം, എൻ്റെ വീഡിയോയിൽ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല കുറേ ആൾക്കാർ ഇങ്ങനെ മാലാഖ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വിളിക്കാൻ പറഞ്ഞപ്പോൾ അതിന് ആ കാര്യങ്ങളൊക്കെ നടന്നു, ഭയങ്കര സമാധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം, നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം മിഖായേൽ മാലാഖയെ ഇൻവോക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അപ്പം മാലാഖ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്തോളും എന്നുള്ളതാണ്. ഡോർ ടു സ്പിരിറ്റ് ആണ്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ കുറേ കൂടി സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നു. ആ ഒരു സ്പിരിച്വൽ എനർജി, ഒരു ഹീലിംഗ് എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിൽ നിങ്ങളൊരു സ്പിരിച്വൽ റെലത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു എനർജിയാണ്. ഇന്നത്തെ ദിവസം കൂടുതൽ സ്പിരിച്വൽ ആകുന്ന ഒരു എനർജിയാണ്. കാരണം സ്പിരിച്വലായ കാര്യങ്ങളെക്കുറിച്ച്, ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങാനും ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പണ്ട് നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ കൂടുതൽ ഒരു സ്പിരിച്വാലിറ്റിയിൽ കൂടുതൽ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു സമയം തോന്നുന്നു എന്നുള്ളതാണ്. ഇതിൽ നിങ്ങളെ അങ്ങോട്ട് വിളിക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കും. ആ ഒരു സ്പിരിച്വൽ റെലത്തിൽ നിങ്ങളെ ക്ഷണിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ പോവുക. അപ്പോൾ കൂടുതൽ ഇതിൽ താല്പര്യമുള്ള ആൾക്കാർ കൂടുതൽ ഇതിനെപ്പറ്റി പഠിക്കുന്നത് നല്ലതായിരിക്കും, മെഡിറ്റേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും, പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും, നിങ്ങളുടെ സോൾ പർപ്പസ് കണ്ടുപിടിക്കാൻ നിങ്ങളൊന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ സ്ഥിരമായിട്ട് സ്പിരിച്വൽ വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സോൾ പർപ്പസ് ഒക്കെ മനസ്സിലാകും. മാത്രമല്ല നമുക്ക് ഈ ഒരു ജന്മത്തിൽ എന്തൊക്കെ കഷ്ടതകൾ ഉണ്ടായിരുന്നു, അതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പം നമുക്കൊരു സമാധാനം തോന്നും. ഞാൻ ഈ ഒരു കാര്യമൊക്കെ അനുഭവിച്ചത് എൻ്റെ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങളുടെ സോളിൻ്റെ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ട കുറേ കാര്യങ്ങളാണ് എക്സ്പീരിയൻസ് ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. കാരണം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുന്നേ തന്നെ ഒരു കോൺട്രാക്ട് എടുത്തിട്ട് വന്ന കാര്യങ്ങളായിരിക്കും. പല കാര്യങ്ങളും, ചില വ്യക്തികളോടുള്ള ചില കോൺട്രാക്ട്സ്, അല്ലെങ്കിൽ ചില നമ്മൾ ഇപ്പം അനുഭവിക്കേണ്ട ചില അസുഖങ്ങളോ ഒക്കെ നമ്മൾ ആ കോൺട്രാക്ട് എടുത്തിട്ട് വന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ നമുക്കത് നമ്മുടെ ഈ ഒരു സമയത്തെ കർമ്മ കൊണ്ട് നമുക്കത് കുറേയൊക്കെ മാറ്റാൻ പറ്റും. നമ്മൾ പ്രാർത്ഥനകൾ കൊണ്ടും മെഡിറ്റേഷൻ കൊണ്ടും സൽപ്രവൃത്തി കൊണ്ടും നമ്മളുടെ ഈ ഒരു ജന്മത്തിലെ കർമ്മ മാറ്റാൻ പറ്റും. അതിനെ നമുക്ക് ഫ്രീ വിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പം നമ്മൾ പാസ്റ്റ് ലൈഫിലൊരു കർമ്മ ചെയ്തു, ഒരു ബാഡ് കർമ്മ ചെയ്തു. അപ്പം ഈ ജന്മത്തിൽ നമുക്കതിനെ കുറേയൊക്കെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. കാരണം കുറേ കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ച് തന്നെ തീരണം, കുറേ കാര്യങ്ങൾ നമ്മുടെ പ്രവൃത്തി കൊണ്ട് തീരണം, കുറേ കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് തീരണം.
കുറെ കാര്യങ്ങൾ ഇത് തിരിച്ചറിയുമ്പോൾ തന്നെ അത് ഹീലായി പോകും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ തന്നെ അത് ഹീലായി പോകും. അതുപോലെയാണ് ആകാശിക് റെക്കോർഡ്സ്. അപ്പം നമ്മളുടെ പാസ്റ്റ് ലൈഫിലെ കുറെ കാര്യങ്ങൾ കൊണ്ട് അതിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ഒരു ലൈഫിൽ നമ്മൾ കുറെ ട്രോമ ഉണ്ടായിരിക്കും. അപ്പൊ ഇത് ഈ ആകാശിക് റെക്കോർഡ് റീഡ് ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് റീഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പാസ്റ്റ് ലൈഫ് മനസ്സിലാക്കുമ്പോൾ എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരാളായിരുന്നു, അതുകൊണ്ടാണ് അതിന്റെ ബാക്കി പത്രമാണ് എൻ്റെ ഈ ഒരു ജന്മം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് തന്നെ അത് പകുതി കൂടുതൽ ഹീലാകും. പിന്നെ ആ ട്രോമയും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഡോക്ടർ സ്പിരിറ്റ് ആണ്, നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു ഇതിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ ആൾറെഡി എൻ്റർ ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇനി അവിടുത്തെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താൽ മതി എന്നുള്ളതാണ്. മാൻ ഹോൾഡിങ് ഹേർട്ട് ആണ്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ ഇതിനകത്ത് ആൾറെഡി ഒരു പാസ്റ്റിൽ നിന്ന് ഒരാൾ വരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്നത്തെ ദിവസം വളരെ പ്രണയത്തോടു കൂടി നിങ്ങളെ ഒരാൾ സമീപിക്കാനുള്ളൊരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പാസ്റ്റിൽ നിന്നുള്ള ഒരാൾ നിങ്ങളെ വളരെ പ്രണയത്തോടു കൂടി നിങ്ങളിലേക്ക് വരാൻ ഉള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. ഇതൊരു ഹൃദയം ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരാളിൻ്റെ ഒരു പിക്ചറാണ്. അപ്പോൾ അത് ആ ആള് ആ ഹൃദയം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടൊരു സോൾ കോൺട്രാക്ട് ഉള്ള ഒരാൾ തന്നെ ആയിരിക്കാം. പക്ഷെ ഇത് കേൾക്കുന്ന എല്ലാവരും തന്നെ അത് ആരെങ്കിലും ഇന്നത്തെ ദിവസം ഒരു പ്രപ്പോസൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് കണ്ണുടച്ചങ്ങ് വിശ്വസിക്കരുത്. നിങ്ങൾ ആലോചിച്ചിട്ട് മാത്രം തീരുമാനം എടുക്കുക. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഇന്ന് സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇത് സംഭവിച്ചേക്കാം. ഫോർത്ത് ചക്രയാണ്, ആർക്കേഞ്ചൽ റാഫേലാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഹാർട്ട് ചക്രയാണ്. അപ്പോൾ ഇതില് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആർക്കേഞ്ചൽ റാഫേലാണ് ഹാർട്ട് ചക്ര നിങ്ങൾക്ക് ഹീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആർക്കേഞ്ചൽ റാഫേലിനെ വിളിച്ച് ഹീൽ ചെയ്യാൻ പറയുക. അദ്ദേഹത്തോട് നിങ്ങൾ അപേക്ഷിക്കുക, എൻ്റെ ഹാർട്ട് ചക്രയിലുള്ള പെയിൻ എല്ലാം എനിക്ക് മാറ്റി തരണം. അപ്പോൾ അല്ലെങ്കിൽ ഇത് ഇപ്പോഴേ ഉള്ളതല്ലെങ്കിൽ പാസ്റ്റിൽ ചിലപ്പോൾ ഉള്ളതായിരിക്കാം, ചിലപ്പോൾ ഇന്നർ ചൈൽഡിൽ കിടക്കുന്ന ട്രോമാസ് ആയിരിക്കാം. നമ്മളുടെ ഇന്നർ ചൈൽഡിൽ നമ്മൾ പാസ്റ്റിലെ കുഞ്ഞുകാലത്തെ നമ്മൾ അനുഭവിച്ച പല കാര്യങ്ങളും ട്രോമയായിട്ട് ഉള്ളിൽ കിടക്കാം. നമുക്കത് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റണം എന്നില്ല. അത് നമ്മളെ മാറ്റി നിർത്തിയതാകാം, നമ്മളെ അവഗണിച്ചതാകാം, നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളൊന്നും തരാതിരുന്നതാകാം, നമ്മളുടെ മാതാപിതാക്കൾ ഭയങ്കര റൂഡായിട്ട് പെരുമാറിയതാകാം, അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ് നമ്മളെ മാറ്റി നിർത്തിയ കുശുമ്പോ അസൂയോ ഒക്കെ കൊണ്ട് നമ്മളെ ഒരുപാട് ഉപദ്രവിച്ചതാകാം. ഇതൊക്കെ നമ്മളുടെ ഇന്നർ ചൈൽഡിൽ ഇങ്ങനെ ട്രോമയായിട്ട് കിടപ്പുണ്ട്. ഈ ഇന്നർ ചൈൽഡിൽ ട്രോമ ഉണ്ടെങ്കിൽ പ്രശ്നം വന്നിരുന്നാൽ ബാക്കിയെല്ലാം അതിൻ്റെ ഒരു കാർമിക് സൈക്കിൾ വീണ്ടും 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 വന്നുകൊണ്ടിരിക്കും. ഇതേ സിറ്റുവേഷനിലുള്ള ആൾക്കാർ തന്നെ വീണ്ടും നമ്മളിലേക്ക് വീണ്ടും വരും. അത് പ്രണയിക്കുന്നവരാകട്ടെ, നമ്മളുടെ ഫാമിലിയിൽ നമ്മളെ വിവാഹം കഴിക്കുന്ന ആൾക്കാരാകട്ടെ, കുട്ടികളാകട്ടെ, ഇവരൊക്കെ നമുക്ക് ട്രോമ തരും എന്നുള്ളതാണ്. സെയിം പാറ്റേൺ തന്നെ വീണ്ടും വീണ്ടും വരും. അപ്പൊ നമ്മൾ ആദ്യം ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യുമ്പോൾ തന്നെ ഈ മറ്റ് നമ്മളുടെ കൂടെ ഉള്ള ആൾക്കാരെല്ലാം ശരിയാവും. കാരണം നമ്മളാണ് ശരിയാകേണ്ടത്, നമ്മളുടെ ഹാർട്ട് ചക്രയാണ് ബ്ലോക്ക് ആയിരിക്കണത്. അതുകൊണ്ട് അവർക്ക് നമ്മളോട് ഇങ്ങനെ തന്നെ കാണിക്കാൻ പറ്റുള്ളൂ. പല ആൾക്കാർക്കും കുഞ്ഞിലെ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് പീഡിപ്പിച്ച ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ കണ്ടിരിക്കുന്നത് എപ്പോഴും മാതാപിതാക്കളെ നോക്കാത്ത ആൾക്കാരുടെ കാര്യമാണ്. പക്ഷെ മാതാപിതാക്കളെ ഒരുപാട് ദ്രോഹിച്ച ആൾക്കാരുണ്ട്, ഒരുപാട് ദ്രോഹിച്ച് അതെല്ലാം ട്രോമയായിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട്. എത്ര വലിയ പൊസിഷനിൽ എത്തിയാലും അവർക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ എപ്പോഴും കുറവായിരിക്കും. കാരണം ആരും ചേർത്ത് പിടിക്കാനില്ലാതിരുന്ന ഒരു ബാല്യം ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കും അവർക്ക് ഇപ്പൊ എന്തൊക്കെ സന്തോഷങ്ങൾ ഉണ്ടെങ്കിൽ മുന്നിലുണ്ടെങ്കിൽ അതൊന്നും പൂർണ്ണമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം എന്നില്ല. അത് നമ്മുടെ ഇന്നർ ചൈൽഡിൽ കൂടുതലും അത് നമ്മുടെ മാതാപിതാക്കൾ തരുന്ന ആ ഒരു ട്രോമയായിരിക്കും. അപ്പോൾ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള മാതാപിതാക്കളുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ അത് പലരും മനസ്സിലാക്കുന്നില്ല, അത് വളരെ നിസ്സാരമായിട്ട് കാണുന്നു. മാതാപിതാക്കളെ നോക്കാത്ത ആൾക്കാരുടെ കാര്യം മാത്രം
വളരെ ബൂസ്റ്റ് ചെയ്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്, അച്ഛനെയും അമ്മയും നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. അത് സത്യമാണ്. അത് നമ്മൾ മാതാപിതാക്കളെ നോക്കുക തന്നെ വേണം. അത് അവര് നാർസിസിസ്റ്റ് ആയിരുന്നാലും അല്ലെങ്കിലും നമ്മളുടെ കടമയുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും നോക്കണം. അതിന്ന് ഒളിച്ചോടാനോ ഒഴിഞ്ഞു മാറാനോ ഒന്നും പാടില്ല. അത് നമുക്കൊരു കർമ്മയാകും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അതിന്റെ ദുഃഖം മനസ്സിലുള്ള കുറേ ആൾക്കാരുണ്ട്. അത് ഹീൽ ചെയ്യാൻ നിങ്ങൾ ആർക്കേഞ്ചൽ റാഫേലിനെ ഇൻവോക്ക് ചെയ്യുക. നമ്മൾ മെഡിറ്റേഷനിൽ ഇരുന്നിട്ട് ആർക്കേഞ്ചൽ റാഫേലിനോട് പ്രാർത്ഥിക്കുക. എൻ്റെ ഇന്നർ ചൈൽഡിലുള്ള, എൻ്റെ ഹൃദയത്തിലുള്ള, ഞാൻ പാസ്റ്റിൽ എനിക്ക് തന്ന വേദനകളെല്ലാം പൂർണ്ണമായിട്ടും റിലീസ് ചെയ്ത് കളയണം, എന്നെ ഹീൽ ചെയ്ത് തരണമെന്ന് നിങ്ങൾ ആർക്കേഞ്ചൽ റാഫേലിനോട് പ്രാർത്ഥിക്കുക. റാഫേൽ മലാഖ നല്ല ശരിക്കും ഒരു നല്ല ചിറകൊക്കെ ഇതാക്കി നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നാണ് മാലാഖ സന്ദേശത്തിൽ പറയണത്. അപ്പൊ അത് വന്ന് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നതായിട്ടും നിങ്ങളെ ഹീൽ ചെയ്യുന്നതായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ടും ഒക്കെ നിങ്ങൾ മനസ്സിൽ കാണുക. നിങ്ങളൊരു കുഞ്ഞായിരിക്കണം കേട്ടോ. ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുമ്പോൾ നമ്മള് അപ്പൊ 60 വയസ്സായ ആൾക്കാർ 60 വയസ്സായിട്ട് ഇരിക്കരുത്. 60 വയസ്സായ ആൾക്കാർ 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞായിട്ടിരിക്കുക. അങ്ങനെയാണ് ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യാൻ പെട്ടെന്ന് പറ്റും. 6 മാസമുള്ളൊരു കുഞ്ഞായിട്ടിരിക്കുക. അപ്പൊ കുഞ്ഞിന്റെ മുന്നിൽ മാലാഖ വന്ന് നല്ല സ്നേഹം തരുന്നതായിട്ടൊക്കെ നിങ്ങൾ തന്നെ അത് എൻജോയ് ചെയ്യുക. നമുക്ക് എവിടെയും കിട്ടാത്തൊരു സ്നേഹം അവിടെ നിന്ന് കിട്ടുന്നതായിട്ടും അതിൽ നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നതായിട്ടും നമ്മൾ അഫർമേഷൻ ചെയ്യുക. പിന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പിലും ഒരു 10 വയസ്സ് വരെ അല്ലെങ്കിൽ 15 വയസ്സ് വരെയൊക്കെയാണ് ഈ ട്രോമ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്നത്. അല്ലെങ്കിൽ ആ സമയത്താണ് കൂടുതൽ, ഒരു ടീനേജിലും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ആ സമയത്താണല്ലോ നമുക്ക് സ്വയം പര്യാപ്തരാകാത്ത സമയമാണത്. നമുക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സമയം, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു സമയത്താണ് നമുക്ക് ഇന്നർ ചൈൽഡിൽ ഈ ട്രോമ ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നത്. കാരണം നമ്മൾ ഇൻഡിപെൻഡന്റ് ആകുന്ന സമയത്ത് നമുക്കത് ഉണ്ടാവില്ല. കാരണം ഇവരെയൊന്നും ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്തയുള്ള സമയത്ത് നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യം വരില്ല. പക്ഷെ നമ്മൾ ഏത് സമയം വരെയാണോ ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് ആ സമയം വരെയുള്ള അവരുടെ പ്രശ്നങ്ങൾ, അവർ നമ്മളോട് കാണിച്ച പ്രശ്നങ്ങളെല്ലാം നമുക്ക് മനസ്സിലുണ്ടാവും. അപ്പൊ ആ സമയം വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ 1 വയസ്സും 2 വയസ്സും 3 വയസ്സും ആ വയസ്സ് വരെയുള്ള അതിൽ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം മാലാഖ നിങ്ങൾക്ക് തരുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അതിൽ വളരെയധികം സന്തോഷം തോന്നണം നമുക്ക്. ഇങ്ങനെ കുറേ നാൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇന്നർ ചൈൽഡ് ഹീലാവും. കാരണം ആൾറെഡി നിങ്ങൾക്ക് ആ കിട്ടാത്ത കാര്യങ്ങളൊക്കെ അവിടെ കിട്ടിക്കഴിഞ്ഞു. അതാണ്. അപ്പോ കോൺട്രാക്റ്റ് ആണ് ഇതിൽ കണ്ടില്ലേ. നിങ്ങളൊരു സോൾ കോൺട്രാക്റ്റ് എടുത്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ഭൂമിയിൽ നിങ്ങൾ ജനിക്കുന്നതിന് മുന്നേ നിങ്ങൾ പല ആൾക്കാരായിട്ടും, ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്, പല ആൾക്കാരുമായിട്ടും സോൾ കോൺട്രാക്ട് ചെയ്തിട്ട് വന്നതാണ്. അപ്പൊ നമ്മള് കോൺട്രാക്ട് എടുക്കും. ഈ ജന്മത്തില് ഈ ഒരു സമയത്ത് ഈ ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് കാണിച്ചേക്കാം, അത് ഞാൻ ഓക്കെയാണ്. അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ട്, ഞാനും ആ സോളുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ട്. അപ്പോൾ ആ എഗ്രിമെന്റ് തീർക്കാൻ വേണ്ടിയിട്ടാണ്, ആ കോൺട്രാക്റ്റിന് വേണ്ടിയിട്ടാണ് അവർ നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. ഇവരോട് ഒരിക്കലും നമ്മൾ ഭയങ്കര ശരിക്കും പരിഭവം പരാതിയൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ്. അവർക്ക് ഫൊർഗീവ് ചെയ്ത് കൊടുക്കണം. നമുക്ക് പറയാം ഈ വ്യക്തിയുമായിട്ട് ഒരു പീരീഡ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചറിയുമ്പോൾ നമുക്ക് പറയാം, ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള എല്ലാ സോൾ കോൺട്രാക്റ്റും ഇതിലാൽ ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തു തരണം നമുക്ക് ഏഞ്ചൽസിനോട് പറയാം, അല്ലെങ്കിൽ ദൈവങ്ങളോട് പറയാം, ഈ ഒരു വ്യക്തിയായിട്ടുള്ള എല്ലാ സോൾ കോൺട്രാക്റ്റും എനിക്ക് ഈ ഒരു സമയം എനിക്ക് ക്യാൻസൽ ചെയ്ത് തരണം, എന്നെ ഇതിൽ നിന്നും ഒന്ന് പൂർണ്ണമായും ഇതിൽ നിന്നും മാറ്റി തരണം എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മളുടെ പ്രവൃത്തിയും അവരോടുള്ള ഫൊർഗീവ്നെസ്സും ആണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ്. ഇനി ഇതിന്ന് ഒരു മെസ്സേജ് കൂടി നമുക്ക് എടുക്കാം. അതിൽ നിന്ന് എന്ത് മെസ്സേജാണ് കിട്ടുന്നതെന്ന് നോക്കാം. റോസ്മേരിയാണ്. നിങ്ങളിന്ന് ശരിക്കും ഫെയ്ത്ത്ഫുൾ ആയിട്ടിരിക്കണം, വിശ്വാസത്തോടു കൂടി ഇരിക്കണം എന്നുള്ളതാണ്. പിന്നെ ലോയലായിരിക്കണം, സത്യസന്ധരായിരിക്കണം. ഇന്നത്തെ ദിവസം നിങ്ങളോടും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരോടും സത്യസന്ധരായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഒരു തരത്തിലുള്ളൊരു കളവും ഇന്നത്തെ ദിവസം പറയാൻ നിൽക്കേണ്ട. പക്ഷേ നമ്മൾക്ക് ആദ്യം ഇവിടെ ഒരു മെസ്സേജ് കണ്ടു, തന്ത്രം പ്രയോഗിക്കണമെന്ന്. തന്ത്രം പ്രയോഗിക്കുന്നത് ഒരിക്കലും കളവ് പറഞ്ഞായിരിക്കണ്ട. ഇന്നത്തെ ദിവസം നമ്മളൊന്ന് സൈലന്റ് ആയിട്ട് ഇരുന്നാൽ മാത്രം മതി.
അപ്പോൾ കാരണം ആദ്യമേ ഒരു കാര്യം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു തന്ത്രം വേണം, സ്ട്രാറ്റജി വേണം എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം പക്ഷേ നിങ്ങൾ ലോയലായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരു കാർമ്മയും വരില്ല. ഇന്നത്തെ ദിവസം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്, ലോയലായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു കാർമ്മയും വരാനും പോണില്ല. അപ്പോൾ നിങ്ങളത് മനസ്സിൽ വെക്കുക. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇനി നമുക്ക് പെൻഡുലം നോക്കാം. പെൻഡുലത്തിൽ എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം പെൻഡുലം എന്താണ് നിങ്ങളോട് പറയാൻ, നിങ്ങൾക്ക് അറിയാനുള്ളത്, പെൻഡുലത്തിൽ എന്താണ് അറിയാനുള്ളത് നോക്കാം. അപ്പൊ ആദ്യം ഒന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുക. നമുക്ക് നോക്കാം. ഇന്ന് നിങ്ങൾ അറിയേണ്ട കാര്യം ഒന്ന് മനസ്സിൽ വിചാരിക്കുക. അപ്പൊ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലേ നോക്കാം. നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ മനസ്സിൽ ആ ചോദ്യം കൊണ്ടുവരിക. ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുമോ? എസ് ആണ് വന്നിട്ടുള്ളത്. ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇല്ല എന്നുള്ളതാണ് കാണുന്നത്. ഒരു വളരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഈ നിങ്ങൾ വിചാരിക്കുന്ന ഈ ഒരു കാര്യം ഇന്നത്തെ ദിവസം സംഭവിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് പിന്നെ പറയാം, ഇതൊരു പെൻഡുലം എന്ന് പറയുന്നത് യെസ് ഓർനോ, അത് എല്ലാവർക്കും ഒരു 10,000 ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. കുറേ ആൾക്കാർക്ക് ഇത് ശരിയാവും. അപ്പം അത് അങ്ങനെയുള്ളവർ മാത്രം അത് എടുക്കുക. ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു ദിവസം ഉണ്ടാകട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.